ഇരുണ്ട കാലത്തെ ചൂടിനെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള വിശറി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് ആളുകളെയൊക്കെ പറ്റിച്ച് ആളുകളൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് വരുത്തിത്തീർത്ത കുറച്ച് ആളുകളുണ്ടല്ലോ. കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ വലിയ പ്രയാസം ആണ് ഇതുകൊണ്ട് നേരിടുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പോലും പ്രശ്നമാണ്. സർക്കാരിനോടുള്ള, സംവിധാനങ്ങളോടുള്ള ഈ തള്ളിനോടുള്ള പ്രതിഷേധമാണ് തീർച്ചയായിട്ടും ഞാനതിൽ കണ്ടത്. നമസ്കാരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് അടുത്ത ദിവസം മുതൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10-20 മിനിറ്റ് ആയിട്ട് ഓരോ ദിവസവും രാത്രിയും പകലും എന്നില്ലാതെ ജനങ്ങൾ വല്ലാത്ത ലോഡ് ഷെഡിങ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അതിനെതിരായിക്കൊണ്ട് വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പൊ അതിനിടയിൽ വ്യത്യസ്തമായൊരു പ്രതിഷേധം നമുക്ക് കാണുകയാണ് കുന്നമംഗലത്ത് നിന്ന്. ഈ പവർ കട്ടിനെതിരായിക്കൊണ്ട് വിശറി നൽകിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ ഇക്കഴിഞ്ഞ ദിവസം കുന്നമംഗലത്ത് നടത്തിയത്. ഇരുണ്ട കാലത്തെ പവർ കട്ടിനെ നേരിടാനുള്ള വിശറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വിശറി വിതരണം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാവർക്കും ചൂടിനകറ്റാൻ ഇരുണ്ട കാലത്തെ ചൂടിനകറ്റാൻ വേണ്ടിയിട്ടുള്ള വിശറി കൊടുക്കുന്ന ഒരു പരിപാടിയിലാണ്. കാരണം നമുക്കറിയാലോ, 11 മണിക്ക് പോവും, 12 മണിക്ക് പോവും, തോന്നുമ്പൊക്കെ പോവും, പകലും പോവും. എപ്പോഴാണ് കറണ്ട് പോകുക എന്നുള്ള ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് ഞാൻ നമ്മളെ സുഹൃത്തിന് തന്നെ കൊടുക്കുകയാണ്. ഓനെ വിഷയൊക്കെ കാറ്റുണ്ടോ രാത്രിയൊക്കെ സൂപ്പർ സൂപ്പർ. അതെ, എന്താണ് ഇങ്ങനെ സൗജന്യമായിട്ട് ജനങ്ങൾക്ക് വിശറി വിതരണം ചെയ്യാനുണ്ടായ കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം, പാവപ്പെട്ട ആളുകളുള്ള വീടുകളിൽ കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ വലിയ പ്രയാസം ആണ് ഇതുകൊണ്ട് നേരിടുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ പോലും പ്രശ്നമാണ്. ഇപ്പോൾ പാമ്പുകളുടെ ശല്യം വേറെയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ, അവരുടെ പ്രയാസങ്ങൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടും അധികാരികളൊന്ന് കണ്ണു തുറക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും, ഇത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് ആളുകളെയൊക്കെ പറ്റിച്ച് ആളുകളൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് വരുത്തിത്തീർത്ത കുറച്ച് ആളുകളുണ്ടല്ലോ. അവർക്കൊക്കെ ഒന്ന് മനസ്സിലാകട്ടെ എന്നും അവരുടെ വാക്കുകൾ കേട്ട് ചിന്തിച്ച ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു സമരം എന്ന് ഒരു പ്രതിഷേധം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണല്ലോ, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. സൗജന്യമായിട്ട് വിശറി കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയ ചെലവുണ്ടെന്ന്. അല്ല, അത് കുറച്ച് വിശറി കൊടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. അവര് കുറച്ച് ആളുകൾക്ക് കൊടുത്തു. എല്ലാവർക്കും വലിയ ആവേശത്തോടു കൂടി എല്ലാവരും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് അതിന്റെ. ജനങ്ങൾക്ക് തീർച്ചയായും ജനങ്ങൾ പറയുമ്പോൾ തന്നെ എന്തോ എന്താ പറയാ, ദേഷ്യം പിടിച്ചുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക ശൈലിയിലാണ് ജനങ്ങൾ നമ്മളോട് ആ വിശറി സ്വീകരിക്കുന്നത്. സർക്കാരിനോടുള്ള, സംവിധാനങ്ങളോടുള്ള ഈ തള്ളിനോടുള്ള പ്രതിഷേധമാണ് തീർച്ചയായിട്ടും ഞാനതിൽ കണ്ടത്. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, ഇരുണ്ട കാലം മാറി ഒരു വെളിച്ചുള്ള കാലം വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രകാശപൂരിതമായി ഞങ്ങളുടെ ഭരണം 10 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്നെ എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് ഇരുണ്ട കാലത്തിലേക്ക് നമ്മുടെ വോട്ടൊക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും ഇരുണ്ട കാലത്തേക്ക് നമ്മളെ തള്ളി വിട്ടുകയാണ് ചെയ്തത്.